ചങ്ങായി സഫ്നയാണ് വീണ്ടും ഒരു വ്ളോഗുമായിട്ട്. ഇന്നത്തെ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഇന്നൊരു പൈലറ്റ് ആകാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് എക്സ്പീരിയൻസിനായിട്ടുള്ള യാത്രയിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നരണിപ്പുഴ തന്നെ ഞാൻ ഇതിനായിട്ട് തിരഞ്ഞെടുത്തു. കാരണം അത് കുറച്ചും കൂടി ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സേഫായിട്ട് പറത്താലോ. ഇനി അങ്ങോട്ടുള്ള വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേറ്റ് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാണ്. നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞ ശ്രീ നരണിപ്പുഴ ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്. സൂഫിയും സുജാതയും കണ്ട ശേഷം വളരെ ഇഷ്ടമായിരുന്നു എനിക്ക്. എൻ്റെ നരണിപ്പുഴ വ്ളോഗ് ചെയ്തതിനു ശേഷം നരണിപ്പുഴ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തെയും ഫാമിലിയെ പരിചയപ്പെടാനും സാധിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഒരു യാത്രയായി. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ്ങിനായിട്ടുള്ള യാത്ര പുറപ്പെട്ടു. ഇന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ സജി നിക്കിയാണ് കൂടെ ഉള്ളത്. സജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. നിക്കി എൻ്റെ ഒരേ ഒരു നാത്തൂനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നരണിപ്പുഴയിലേക്ക് 3 കിലോമീറ്ററാണ് ഈ ഒരു റോഡ് ചെന്നെത്തുന്നത് ചങ്ങരംകുളത്തേക്കും. അയ്യോ ഒന്ന് നിന്നേ, ഇതേത് സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മുടെ നരണിപ്പുഴ തന്നെ. എൻ്റെ നരണിപ്പുഴ വ്ളോഗിൽ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതേ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് പോയി കണ്ടു വന്നേക്കണേ. ഗ്രൗണ്ട് സ്റ്റാഫ് പ്രീ ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള പോക്കാണ്. വളരെ ആത്മാർത്ഥതയുള്ള ടീമാണ്. പോണ പോക്ക് കണ്ട. എൻ്റെ ഗ്രൗണ്ട് ടീം മുന്നേ സിഗ്നൽ കൊടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ആ തോണിക്കാരൻ സ്ഥലം കാലിയൊക്കെയാണ്. ആകാശം അത്ര ക്ലിയർ അല്ല, വിസിബിലിറ്റി കുറവാണ്. കുഴപ്പമാവോ? ഏയ് അതൊക്കെ മാനേജ് ചെയ്യാല്ലേ. ക്രൂസ് വിൻഡ് സ്പീഡ് 27 നോട്ടിനേക്കാൾ കുറവാണ് കേട്ടോ. ടേക്ക് ഓഫ് ചെയ്യാൻ സേഫാണ്. ഇനി പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഒരു സമാധാനം ഉള്ളത്, തോണിക്കാരെല്ലാരും തോണി പാർക്ക് ചെയ്ത് ജീവനും കൊണ്ടോടി. കണ്ടില്ലേ? അപ്പൊ റൺവേ റെഡി, സ്കൈസ് ക്ലിയർ, സ്റ്റഡി വിൻഡ്. അങ്ങനെ നമ്മളെ DJI Minimol 249 റെഡി ടു ടേക്ക് ഓഫ്. 4 കാലുള്ള ഒരു 8 കാലിയെ പോലെ ഇത് പറക്കാൻ റെഡി ആയി നിൽക്കാൻ എൻ്റെ പുതിയ ഡ്രോൺ, പറത്താനായി ഞാനും. അതിനിടയിൽ DJ പറത്തി PhDയും അതിന് അങ്ങേ പുറത്ത് ഡിഗ്രി എടുത്തിട്ടുള്ള മിസ്റ്റർ സജീദ് ഇൻസ്ട്രക്ടർ എന്നെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാറടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ? അങ്ങനെ സാഹസികമായ ഒരു പരിശീലനത്തിനൊടുവിൽ ഞാനിതാ പോണു. ഒടുക്കം എന്റെ പറത്തല് കണ്ടപ്പോ ഇക്ക സജിയോട് പറയാ, നീ സുലൈമാനല്ല ഹനുമാനാണ്. നമ്മുടെ നരണിപ്പുഴ പാലാണ് കേട്ടോ ഈ കാണുന്നത്. എന്റെ വ്ളോഗില് ഞാൻ ഇതിനടിയിലൂടെ തോണിയിലൂടെയാണ് പോയത്. ദേ ഇപ്പൊ അതിന്റെ മുകളിലൂടെ അങ്ങനെ പറന്ന് ഞാൻ പണ്ട് പറഞ്ഞ പത്തിരുത്തുമേൽ തുരുത്താണ് ഈ പറക്കലിന്റെ ലക്ഷ്യം. അങ്ങ് ദൂരെ ക്യാമറ സൂം ചെയ്തിട്ടാണ് ഞാൻ ഈ തുരുത്ത് കണ്ടത്. ഇത്തവണ വിശദമായി കാണാനുള്ള ഒരു പോക്കാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഇതേ കാണുന്നതാണെന്ന് തോന്നുന്നു. എല്ലാ വർഷവും മകരത്തില് ഇവിടെ പൂരം നടത്താറുണ്ട്. മഴയില്ലെങ്കിലും നരണിപ്പുഴയിൽ ഇപ്പൊ നല്ല വെള്ളാണ് കേട്ടോ. എന്താ കാര്യം എന്നറിയോ? വയലുകള് കൃഷി ഇറക്കാനായിട്ട് ഒരുങ്ങാണ്. എല്ലാ വയലുകളിൽ നിന്നും അധികം വെള്ളം നരണിപ്പുഴയിലേക്ക് അടിച്ചിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാത്രേ. എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ചയാണല്ലേ. ആമ്പലുകളെ ഒട്ടും നോവിക്കാതെ അതിനിടയിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന ഒരു തോണിക്കാരൻ. അങ്ങനെ നരണിപ്പുഴയുടെ ഏരിയൽ വ്യൂ ഷൂട്ട് ചെയ്ത ശേഷം ആദ്യ പറക്കലും കഴിഞ്ഞ് DJI Mini2 ലാൻഡ് ചെയ്യാൻ റെഡിയായി. DJI ഡ്രോൺ സീരീസിലെ ലേറ്റസ്റ്റ് മോഡലാണിത്. കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഡ്രോൺ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാധ്യമാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ദുബായിൽ നിന്ന് എനിക്കിത് വേണ്ടി കൊണ്ടുവന്ന സുനീഷാണ്. ഈ മോഡൽ ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മാത്രമല്ല എല്ലാ DJI ഡ്രോണുകൾക്കും ഇവിടെ ദുബായ് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ റേറ്റുമാണ്. രാവിലെ തന്നെ പശുവിന് കൊടുക്കാനുള്ള പുല്ലരിഞ്ഞു വരുന്ന ഈ 2 കൊച്ചുമിടുക്കന്മാര് ഡ്രോണ് കണ്ട് അതിശയിച്ച് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. എന്നെ കൊണ്ട് ഈ ഡ്രോൺ പറത്താൻ കഴിയില്ല എന്ന് എൻ്റെ മനസ്സിനോട് പറയുമ്പോൾ അപ്പുവിൻ്റെ ടീഷർട്ടിൽ എഴുതിയ സെൻറ്റൻസ് എന്നെ സ്ട്രൈക്ക് ചെയ്തു. നെവർ ഗീവ് അപ്പ്, നെവർ ക്വിറ്റ്, ദോസ് ഹു ക്വിറ്റ് നെവർ വിൻ. ഇതെൻ്റെ ഡ്രോൺ മിനിക്കുട്ടിയെ പോലെ ക്യൂട്ടായിട്ടുള്ള ഹെസക്കുട്ടി. പറത്തലൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങാണ്. പക്ഷെ ചെറിയൊരു കുഴപ്പം, പോകുന്ന വഴിയിൽ ഇതേ ഒരു പശുച്ചേട്ടൻ.
അയ്യോ സോറി, പശു ചേച്ചി. ആളൊരു ഇത്തിരി കലിപ്പിലാണ് കേട്ടോ. ഉള്ളിലുള്ള പേടി പുറത്ത് കാണിക്കാനാവാതെ സജി മുന്നിലും, ഒരു പേടിയില്ലാതെ എന്നാൽ ഒരു ഇച്ചിരി ഭയം കൊണ്ട് അല്പം ശ്രദ്ധയോടെ ഇക്ക പിറകിലും. പുള്ളി വഴിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. എന്ത് പറയാനാ, ഞങ്ങളെയൊക്കെ നാണിപ്പിച്ചുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെ ആ ചേട്ടൻ സ്കൂട്ടർ ഓടിച്ച് കൂളായിട്ട് ഇങ്ങോട്ട് പോകുന്നു. രണ്ടിൻ്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അതും കൂടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടി ഇങ്ങ് പാർസലായി എത്തും. ആമ്പൽപ്പൂ വേണമെന്ന് കുട്ടികൾ വാശി പിടിച്ചപ്പോൾ കുട്ടിമാമ അതും സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നരണിപ്പുഴൊക്കെ കവർ ചെയ്ത് എൻ്റെ അടുത്ത ലക്ഷ്യം അയലക്കാടാണ്. എൻ്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടത് അയലക്കാടും പിന്നെ പൊന്നാനിക്കായലും. പക്ഷെ ഇന്നത്തെ അവിടേക്കുള്ള യാത്ര മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. സജി പറഞ്ഞു ഇവിടെ ഒരു ചെറിയ നാടൻ റെസ്റ്റോറൻറ്റിൽ ഊണും പൊരിച്ച പുഴമീനും കിട്ടും അത്രേ. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാൻ നിൽക്കുകയും ഈ ഈയിടെയായി മൂപ്പർക്ക് ഭക്ഷണപ്രിയം കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം, അതിനോടൊപ്പം തന്നെ തടിയും. വേണ്ടെന്ന് പറഞ്ഞാൽ പറയും ബോംബെ പോയാൽ പിന്നെ ഇതൊന്നും കിട്ടൂലോന്ന്. അതും ശരിയാണ്. കൊറോണ കാലം ഇങ്ങനെ മുതലാക്കുന്ന വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഈ റെസ്റ്റോറൻറ്റ് പുറത്തായിട്ട് ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടം കായലൊക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ആളുകൾ ഒഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ചെറിയൊരു കട വയൽക്കരയിൽ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പോലെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ കയറുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകേണ്ടതും. ഇത് കണ്ടോ, നല്ല പുഴമീനുകൾ മസാലയൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കുകയാണ്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്ന കരിമീനും ചെമ്പല്ലിയും അയിലയും കണ്ണനൊക്കെ ഉണ്ട്. ഇന്നിതെല്ലാം ട്രൈ ചെയ്തിട്ടേ പോവുള്ളൂ. പൊരിക്കാനുള്ള അടുത്ത ബാച്ച് ഇവിടെ മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഊണിൻ്റെ കൂടെ വിളമ്പാനുള്ള രസവും മീൻകറി, പിന്നെ സാമ്പാർ, ചമ്മന്തി, അവിയൽ, പിന്നെ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചോറും. ഈ നീല ഷർട്ടിട്ട ചേട്ടനും അവരുടെ ഫാമിലിയാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. തിരക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പാടത്തിനരികിലായിട്ടുള്ള ഒരു ചെറിയ ഏരിയയിൽ ഞങ്ങൾ ടേബിൾ പിടിച്ചു. നട്ടുച്ചയായിരുന്നെങ്കിലും വയലിൽ നിന്നുള്ള കാറ്റുകൊണ്ട് ചൂട് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സജി പോയിട്ട് അങ്ങോട്ട് സപ്ലൈ ഏറ്റെടുത്തു. പുതിയ ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റ് ആണെന്നും പറഞ്ഞ് അളിയനെ വേണ്ട കളിയാക്കലായിരുന്നു. അധികം ആഷ് പോഷൊന്നും ആക്കാതെ നല്ല നാടൻ ഊണിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ പൊരിച്ച മീൻ വരുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകറികളും ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ചമ്മന്തി. ഇത് നമ്മൾ കാത്തിരുന്ന് നോക്കിയിരുന്ന സാധനം എത്തിപ്പോയി. അപ്പം എല്ലാ ടൈപ്പ് പൊരിച്ച പുഴമീനും വെക്കാൻ പറഞ്ഞു. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കണ്ണനാണ്. അത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബ്രാല് എന്നൊക്കെ പറയും. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത് കരിമീൻ. അപ്പുറത്തെ ടേബിളിലെ ആൾക്കാർ ഓരോരുത്തർ ആദ്യമേ 2 എണ്ണം വെച്ച് ഓർഡർ ചെയ്യുന്നത് കേട്ടപ്പോൾ ഇവിടുത്തെ പൊരിച്ച മീൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഡബിളാക്കി. ഫുഡൊക്കെ കഴിച്ച് കാറ്റ് കൊള്ളാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ അങ്ങ് ദൂരെ നല്ല ഭംഗിയിലൊരു അമ്പലം നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ പുഴക്കരയിലൊരു വീട് എന്നുള്ളത് ഞങ്ങളുടെ എക്കാലത്തെ ഒരു സ്വപ്നമാണ്. അങ്ങനെ ജോറായി ഒരു നാടൻ ഊണും ഒരല്പനേരം വിശ്രമം കഴിഞ്ഞ് ഞങ്ങൾ അയലക്കാട് പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങി. ഈ കഴിച്ചതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യും വേണമല്ലോ. കഴിഞ്ഞ തവണ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ മൊത്തം ആർത്തുല്ലസിച്ച് നടക്കുന്ന താറാവുകൂട്ടങ്ങളായിരുന്നു. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ടാവും ഒന്നിനെ കാണുന്നില്ല. പൊന്നാനി കായൽ മഴക്കാലത്തുള്ളതിനേക്കാൾ വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഓർമ്മയില്ലേ, ഇതിലായിരുന്നു ഞങ്ങൾ തോണി ഇറക്കിയത്. അന്ന് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ഒഴുക്കായിരുന്നു കേട്ടോ. PM കായലിലേക്ക് ചേരുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഷട്ടർ ഇട്ട് കാണും. ഇവിടെയും കൃഷിക്ക് ഒരുക്കുകയാണ് പാടങ്ങളെയൊക്കെ. പമ്പ് ഉപയോഗിച്ച് പാടത്ത് നിന്ന് അധികമുള്ള വെള്ളം അടിച്ച് പൊന്നാനി കായലിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഈ ഒരു തോണി വെള്ളം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഗൂഗിളാണ് ഓർമ്മ വരിക. എന്താണെന്നറിയോ, നമ്മൾ ഗൂഗിളിൽ കേരള എന്നോ അല്ലെ കേരള സീനറി എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ നല്ല പിക്ചേഴ്സാണ് സെർച്ച് റിസൾട്ടായിട്ട് കിട്ടുക. ഇതേ കൂട്ടം തെറ്റിയൊരു താറാവ് അവരുടെ ഫ്രണ്ട്സിനായിട്ടുള്ള തെരച്ചിലാന്ന് തോന്നുന്നു. അവസാനം കണ്ടുപിടിച്ച് എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. സുഹൃത്തുക്കളില്ലാത്ത ജീവിതം സൂര്യനില്ലാത്തൊരു ആകാശം പോലെയാണ് അല്ലേ. ഇതാണ് എൻ്റെ കുഴപ്പം. ഡ്രോൺ പ്രാക്ടീസ് ചെയ്യാനും മയിലക്കാടിൻ്റെ ഏരിയൽ വ്യൂ എടുക്കാനും വന്നതാണ് ഞാൻ. കായലും വയലും കണ്ടപ്പോൾ അതൊക്കെ മറന്ന് ഷൂട്ട് ചെയ്ത് നടക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഓർമ്മിപ്പിച്ചപ്പോഴാണ് സ്ഥലകാല ബോധം ഉണ്ടായത്. വണ്ടി ന്യൂട്രൽ ആക്കിയിട്ട് അങ്ങോട്ട് സ്റ്റാർട്ടാക്ക്. ഇൻസ്ട്രക്ടർ സജി കൂടെ തന്നെയുണ്ട്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ ശ്രമത്തിൽ ഓനൊരു ഇഞ്ചറി ഉണ്ടായിരുന്നെങ്കിലും ഡ്രോണിനൊന്നും പറ്റിയില്ല കേട്ടോ. അതൊന്നും ഓർക്കാതെ മൂപ്പർ വീണ്ടും ഫുൾ സപ്പോർട്ട്. എന്താ സ്പിരിറ്റ് അല്ലേ.
ഞാൻ വീണ്ടും പറന്നു തുടങ്ങി അയിലക്കാടിന്റെ ആകാശത്തിലൂടെ നാട് ഫുള്ള് കണ്ടുകൊണ്ട്. പൊന്നാനി കായലിന്റെ മുകളിലൂടെ ഒട്ടും പേടിക്കാതെ അങ്ങ് പറന്ന് പറന്ന് പറന്ന്. നമുക്ക് ഇതുപോലെ പറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മളിപ്പോ കാണുന്ന നാടിന്റെ മറ്റൊരു ആംഗിളിലെ വ്യൂ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സൗന്ദര്യം. അത് ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. കഴിഞ്ഞ തവണ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിരുന്നു, വയലിൽ എവിടെയെങ്കിലും ധാരാളം കൊക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ നിലം ട്രാക്ടർ വെച്ച് ഉഴുതിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയേറെ കൊക്കുകളുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ട്രാക്ടർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പൊ അതൊന്ന് തിരയാന്ന് വിചാരിച്ചു. അധികം ഒന്നും പോകേണ്ടി വന്നില്ല. കണ്ടില്ലത് അങ്ങനെ പണി തീർത്ത് പോകാൻ ഒരുങ്ങാണ്. പാടത്ത് നിന്ന് വരമ്പത്തേക്ക് കയറാനുള്ള ശ്രമമാണ് കേട്ടോ. പാവം പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഒടുക്കം അങ്ങേരത് അവിടെ ഇട്ടേച്ചു പോയി. മടക്കത്തില് അതിമനോഹരായിട്ടുള്ളൊരു കാഴ്ച കിട്ടി. ഇത് കണ്ടോ? പറക്കുന്ന കിളികളുടെ മുകളിലൂടെ പറക്കുന്ന ഞാൻ. ഒരാമ്പൽ പൊയ്കയും അതിലൊരു കൊതുമ്പ് വെള്ളവും. വല്ലാത്തൊരു ഫീല്. കവിത വരുന്നുണ്ടോന്നൊരു സംശയം. ഹേയ്, അത്രക്കൊന്നും ആയിട്ടില്ല. അങ്ങനെ പറഞ്ഞേൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഒരു ഹംസത്തെ പോലെ ഡ്രോൺ ഞങ്ങളുടെ അടുത്തേക്ക്. കുറെ സമയത്തിന് ശേഷം മിനിക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളും അങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അതിനിടയിൽ സജി ചൂണ്ടെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ചൂണ്ടയുടെ അപാരതയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അവനൊരു പുതിയ ഫിഷിംഗ് ഹുക്കും റെഡിയാക്കിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ. അപ്പൊ ചൂണ്ടയിടാൻ പറ്റിയ നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങളുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ക്ഷമയുടെ നെല്ലിപ്പലക എന്താന്നുള്ളത് അവനെ പോലെ ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു. ജോക്സ് അപ്പാർട്ട്, ഇതൊരു നല്ല റിലാക്സിങ് ആൻഡ് റെജുവിനേറ്റിംഗ് ഹോബിയാണ് കേട്ടോ. കിളികൾക്ക് കൂടാൻ സമയമായി കഴിഞ്ഞു. അവർ പറക്കുന്ന ഒരു പാറ്റേൺ കണ്ടിട്ട് അതൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു വലിയ വി ഷേപ്പിനുള്ളിൽ ചെറിയ ചെറിയ വി ഷേപ്സ് ഇങ്ങനെ പറക്കുന്നതിന് സയന്റിഫിക്കായിട്ട് 2 കാരണങ്ങളുണ്ട് അത്ര. ഏറ്റവും മുന്നിൽ പറക്കുന്ന പക്ഷി തൊട്ടുപുറകിലുള്ള പക്ഷിയേക്കാൾ ഒരു പടി മേലായിട്ടാണ് അത്ര പറക്കുക. അത് കാരണം കാറ്റിന്റെ ശക്തി കുറയും, എനർജി സേവ് ചെയ്യാനും പറ്റും അത്ര. അത് മാത്രമല്ല, വി ഷേപ്പ് ആവുമ്പോൾ പുറകിലുള്ള പക്ഷികൾക്ക് ട്രാക്ക് ചെയ്യാനും എളുപ്പമാണെന്ന്. പക്ഷികൾ കൂട്ടം കൂട്ടായിട്ട് പറന്ന് എങ്ങോട്ടാ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് പാലത്തിനപ്പുറത്തൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. അത് കണ്ടോ? കിളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു തുരുത്താണ് അത്ര, മനുഷ്യവാസം ഒട്ടും ഇല്ലാത്ത. അതിലാണ് ഇവിടുത്തെ ഒട്ടുമിക്ക കിളികളും ചേക്കേറുന്നത്. പാവങ്ങള് ഒരുപാട് ക്ഷമയോടെ സ്ഥലം മാറി മാറി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ കൈവിടില്ല കേട്ടോ. ഇനിയും ചൂണ്ടയിടാൻ വരും, കിട്ടുമെന്ന പ്രതീക്ഷയോടെ. അതിനകം സൂര്യൻ യാത്ര പറയാനായി കാത്തു നിൽക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ പുള്ളി എന്നോട് ചോദിച്ചു എന്തേ. ഇതാണ് പുള്ളിയുടെ ഒരു തകരാറ്. മൂപ്പര് പോകുന്നതോടെ എല്ലാവരും പോയേക്കണം, അതൊരു ശീലമാക്കിയിട്ടുണ്ട്. ഈ കിളികളും മറ്റും പുള്ളിയെ ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. ദേ കണ്ടോ, ആ തോണിക്കാരൻ വൈകിപ്പോയി എന്ന മട്ടിൽ കരക്കടിപ്പിക്കുന്നു. എന്ത് ചെയ്യാനല്ലേ? അപ്പൊ പിന്നെ ഞാനും പോയേക്കാം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ സഫ്ന സൈനിങ് ഓഫ്. ബൈ.